ആഫ്രിക്കൻ തത്തയും മലയാളി കുടുംബവും തമ്മിൽ എന്തു ബന്ധമാണെന്ന് ചോദിക്കാൻ വരട്ടെ. സ്വന്തം മക്കളെപ്പോലെയാണ് ഇവർക്ക് ഈ തത്തയും. അതുകൊണ്ട് തന്നെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് ഈ കുടുംബം. ഗൾഫിൽ ജീവിതം ചെലവിട്ട ചാരിക പൈതലിന് ഇനി നാട്ടിലേക്ക് പറക്കാൻ മോഹം. ഒറ്റയ്ക്കല്ല, ഇതുവരെ താങ്ങും തണലുമായി നിന്ന മലയാളി കുടുംബത്തോടൊപ്പം. വളർത്തു തത്തയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കടമ്പകൾ അത്ര ചെറുതല്ല. എങ്കിലും വൈകാതെ രേഖകൾ ശരിപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് തത്തയ്ക്കൊപ്പം മലയാളി ദമ്പതികളും. അബുദാബി മുസഫയിൽ വർഷങ്ങളായി ജീവിക്കുന്ന റഹീം റസിയ ദമ്പതികളുടെ പരിലാളനയിലാണ് ഈ കൊച്ചുസുന്ദരി കഴിഞ്ഞുവരുന്നത്. തങ്ങൾക്ക് മക്കൾ 3 മറിച്ച് തത്തയുൾപ്പെടെ 4 പറയും ആഹ്ലാദത്തോടെ ഈ ദമ്പതികൾ. 3 പതിറ്റാണ്ടിലേറെയായി തൃശൂർ ചാവക്കാട് സ്വദേശി അബ്ദുൾ റഹീം അബുദാബിയിലുണ്ട്. നഗരത്തിന്റെ ഓരോ വളർച്ചാഘട്ടവും അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞതിന്റെ തൃപ്തിയിലാണ് ഈ പ്രവാസി കുടുംബം. അരുമയോടെ ചിക്കു എന്നാണ് ഈ ആഫ്രിക്കൻ തത്തയെ വീട്ടുകാർ വിളിക്കുന്നത്. വല്ലാത്തൊരു സ്നേഹബന്ധവും അടുപ്പവുമാണ് ഈ തത്ത വീട്ടുകാരോട് പങ്കുവെക്കുന്നതും. ആളുകളുടെ വാക്കുകൾക്കൊത്തു പ്രതികരിക്കാനും കുടുംബാംഗങ്ങളെ കാണുമ്പോൾ അഭിവാദ്യം നേരാനും മിടുക്ക് കാണിക്കുന്ന ചിക്കു കുറെ കാലമായി ഈ കുടുംബത്തോടൊപ്പം ഒരംഗമായി കഴിയുന്നു. എങ്ങു നിന്നോ വിരുന്നെത്തിയ തത്തയെ അബുദാബിയിൽ മുമ്പ് താമസിച്ച വീട്ടിലെ മൾബറി ചെടിയിൽ നിന്നാണ് ഈ കുടുംബം കണ്ടെത്തുന്നത്. കാണേണ്ട താമസം ഉടൻ തന്നെ റസിയ കൗതുകത്തോടെ അതിനെ പിടികൂടി. പിന്നീട് ഇങ്ങോട്ട് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരിയായും ചിക്കു മാറി. യാത്രയിൽ പോലും കുടുംബത്തോടൊപ്പം പോകണമെന്ന വാശിക്കാരിയാണ്. തീൻമേശയിൽ പ്രത്യേകതരം വിഭവങ്ങളാണ് ചിക്കുവിനായി ഒരുക്കുക. കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയ്ക്ക് പുറമെ പച്ചക്കറികളും വീട്ടുകാർ കഴിക്കുന്ന നാടൻ ഭക്ഷ്യവിഭവങ്ങളും ചിക്കുവിനേറെ പ്രിയങ്കരമാണ്. തീറ്റ വസ്തുക്കൾ റഹീം തന്നെ നൽകണമെന്ന ഒറ്റ നിർബന്ധം മാത്രമേയുള്ളൂ. ദിവസവും കുളിക്കണമെന്ന കാര്യത്തിലും അല്പം ശുണ്ഠി കൂടുതലാണ്. നാട്ടിലേക്കുള്ള യാത്രയിലെ സാങ്കേതിക തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബത്തോടൊപ്പം ചിക്കുവും. അങ്ങനെ വന്നാൽ ശിഷ്ടജീവിതം ഇനി കേരളത്തിൽ. നാളീകരത്തിന്റെ നാട്ടിൽ ഒരിടം തനിക്കുകൂടി ലഭിക്കുമെന്ന്